വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കൂട്ടി കഴിക്കാം. ദോശയായാലും ഇഡ്ഡലി ആയാലും പൂരി ആയാലും ചപ്പാത്തി ആയാലും അപ്പമായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചമ്മന്തി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ദോശയാണ്. ദോശയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ ഇതാ നമുക്ക് ദോശയുടെ കൂടെ ഇതൊന്ന് കൂട്ടി കഴിച്ചു നോക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പിലും താഴെ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ കടലപ്പരിപ്പ് ശരിക്കൊന്ന് വറുത്തെടുക്കുക. കളറൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചൂടായി ചെറുതായിട്ടൊന്ന് മണം വന്നു തുടങ്ങുമ്പോൾ അത്രയും സമയം വരെ മാത്രം വഴറ്റിയാലും മതി. കടലപ്പരിപ്പ് ചൂടായിട്ട് നല്ലപോലെ വാസന വന്നു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തും അതുപോലെ തന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നിടം വരേക്ക് ഇതൊന്ന് വറുത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. തക്കാളി ആയാലും സവാള ആയാലും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അത്രയും സമയം വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് വറുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വാടിയാൽ മാത്രം മതി. അതുപോലെ തന്നെ എന്തോരം വെളുത്തുള്ളി എടുത്തോ അതേ അളവിൽ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയും പച്ചമണം പോകുന്നവരേക്ക് ശരിക്കും ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയും വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് വയ്ക്കണം. പിന്നെ ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയും ശരിക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്ന ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം വേണം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം, ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലാതെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വേണം ഇത് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിനാവശ്യത്തിനുള്ള നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. സാധാരണ വെള്ളം ചേർത്താലും മതി, ചൂടുവെള്ളമൊന്നും ചേർക്കണമെന്നില്ല. അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അതാ ഇതുപോലെ ഇത്രയും കൺസിസ്റ്റൻസിയിലാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. വല്ലാതെ വെള്ളത്തിലും അരയ്ക്കുന്നില്ല, ഭയങ്കര കട്ടിയായിട്ടും അരയ്ക്കുന്നില്ല. അതിനുശേഷം ഒന്ന് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ടും ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 സ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മൂപ്പിച്ചെടുത്ത് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവാപ്പൊടിയും കായംപൊടിയും ശരിക്കൊന്ന് പൊടികളെല്ലാം പച്ചമണം പോകുന്നവരേക്കൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതെടുത്തിട്ട് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ആ ഉലുവാപ്പൊടിയുടെയും കായംപൊടിയുടെയും എല്ലാം ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു പ്രത്യേകതരത്തിലുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്ന മുളകും കറിവേപ്പിലയും എല്ലാം കൂടിയും കൂട്ടിയിട്ട് ദോശയുടെ കൂടെയെല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. ഇന്നിപ്പോൾ ഇവിടെ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഈ ചട്നി ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അത്ര ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഫ്രിഡ്ജിലെല്ലാം ഒരു ഡബ്ബയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ 2-3 ദിവസം എല്ലാം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. 2-3 ദിവസം തന്നെ നല്ല ഫ്രഷോട് കൂടി ഇരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും സാധിക്കും. നിങ്ങൾക്ക് ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഫ്രിഡ്ജിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്കെല്ലാം ഇരിക്കും. അപ്പോൾ ദോശയുടെ കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അധികം വെള്ളമയോ ഇല്ല, അധികം കട്ടിയും അല്ലാത്ത തരത്തിലുള്ളൊരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്.
റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്